കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ജിന്ദഗി കാ സഫർ അഥവാ ജീവിതയാത്ര എന്ന പാഠഭാഗമാണ് പരിചയപ്പെടുന്നത്. ഈ പാഠഭാഗത്തിലെ വരികളുടെ അർത്ഥവും മുഴുവൻ പ്രവർത്തനങ്ങളും ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. ഇവിടെ ഇടതുവശത്ത് 2 എന്ന നമ്പറിന് താഴെയായി ഹൈക്കു എന്ന് നൽകിയിട്ടുണ്ട്. ഇതൊരു തരം കവിതാരീതിയെയാണ് സൂചിപ്പിക്കുന്നത്. ഹൈക്കു 1. സുരംഗമാ യാദവ് എഴുതിയ വരികൾ വായിക്കാം. സൂഖ യാ ബാഡ്, വരൾച്ചയായാലും വെള്ളപ്പൊക്കമായാലും. സാഹബ് കെ ആംഗൻ, യജമാനന്റെ മുറ്റത്ത്. സദാ ഫുഹാർ, എപ്പോഴും നീർത്തുള്ളികൾ അഥവാ ആഘോഷമുണ്ടാകും. കുട്ടികളെ, ഈ വരികളുടെ പ്രധാന ആശയം ഞാൻ പറഞ്ഞുതരാം. ലോകത്ത് എന്ത് ദാരിദ്ര്യമോ കഷ്ടപ്പാടോ ഉണ്ടായാലും സമ്പന്നരായ ആളുകളെ അത് ബാധിക്കില്ല. അവരുടെ വീട്ടിൽ എപ്പോഴും സുഖസൗകര്യങ്ങളും സമൃദ്ധിയും നിലനിൽക്കുന്നു എന്ന സാമൂഹിക അസമത്വത്തെയാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. ഹൈക്കു 2. ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ എഴുതിയ വരികൾ. പിതാനെ ഢൂണ്ഠീം, അച്ഛൻ അന്വേഷിച്ച് കണ്ടെത്തി. ലാഠിയാം ബുഢാപേക്കി, വാർദ്ധക്യകാലത്തെ താങ്ങായ വടികൾ. ദേഖ്തി നഹീം, പക്ഷെ അവരെ ഇപ്പോൾ കാണാനില്ല. ഈ വരികളിലെ പ്രധാന ആശയം നോക്കാം. ഇവിടെ ഊന്നുവടി എന്നത് മക്കളെയാണ് ഉദ്ദേശിക്കുന്നത്. വാർദ്ധക്യത്തിൽ തന്നെ നോക്കേണ്ട മക്കൾ അരികിലില്ലാത്തതോ അല്ലെങ്കിൽ അവരിൽ നിന്ന് തുണ ലഭിക്കാത്തതോ ആയ ഒരച്ഛന്റെ നിസ്സഹായാവസ്ഥയാണ് ഈ വരികൾ വ്യക്തമാക്കുന്നത്. ഹൈക്കു 3. കമല നിഖുർപ്പ എഴുതിയ വരികൾ. ഢൂംതി രഹി, അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ബർഫീലി നഗരീമേം, മഞ്ഞുമൂടിയ നഗരത്തിൽ. നേഹ് കി ആഞ്ച്, സ്നേഹത്തിന്റെ അല്പം ചൂട്. ഈ വരികളിലുള്ള പ്രധാന ആശയം സ്നേഹവും കരുണയും വറ്റിപ്പോയ യാന്ത്രികമായ ഒരു സമൂഹത്തെയാണ് മഞ്ഞുറഞ്ഞ നഗരം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത്തരമൊരു ലോകത്ത് മനുഷ്യത്വവും സ്നേഹവും കണ്ടെത്താൻ പ്രയാസമാണെന്ന് കവി പറയുന്നു. ഇനി ഈ പേജിൽ കാണുന്ന 3 ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, സാഹബ് കെ ആംഗൻ സദാ ഫുഹാർ, യഹാം കിസ് ഹാലത് കി ഓർ ഇഷാര കിയാ ഗയാ ഹെ? യജമാനന്റെ മുറ്റത്ത് എപ്പോഴും നീർത്തുള്ളികൾ, ചാറ്റൽ മഴ. ഇവിടെ ഏത് സാഹചര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? ഉത്തർ, ദുനിയാമേം കഹീം ഭി സൂഖാ യാ ബാഡ് ജൈസി മുസീബത്തേമായീം, ഫിൽ ഭി അമീറും കെ ഘർമേം ഹമേഷ സുഖ് സൗവിധായും ഔർ ഖുഷിയാം ഹോത്തി ഹേ. ലോകത്ത് എവിടെ വരൾച്ചയോ വെള്ളപ്പൊക്കമോ പോലുള്ള കഷ്ടപ്പാടുകൾ വന്നാലും സമ്പന്നരുടെ വീട്ടിൽ എപ്പോഴും സുഖസൗകര്യങ്ങളും സന്തോഷവുമുണ്ടായിരിക്കും. അടുത്ത ചോദ്യം, ലാഠ്യാം ബുഡാപ്പേ കി ദേഖ്തി നഹീം, ഇൻ പങ്ക്തിയോം സെ ക്യാ ആശയ് മിൽത്താ ഹെ? വാർദ്ധക്യത്തിലെ വടികൾ കാണാനില്ല. ഈ വരികളിൽ നിന്ന് എന്താശയമാണ് ലഭിക്കുന്നത്? ഉത്തർ, इसका मतलब है कि बुढ़ापे में बच्चे ही माता पिता का सहारा होते हैं, लेकिन आज के बच्चे उन्हें सहारा नहीं देते. വാർദ്ധക്യത്തിൽ മക്കളാണ് മാതാപിതാക്കളുടെ താങ്ങ്, എന്നാൽ ഇന്നത്തെ മക്കൾ ആ താങ്ങ് നൽകുന്നില്ല എന്നതാണ് ഇതിന്റെ അർത്ഥം. ഇനി അവസാനത്തെ ചോദ്യം, ബർഫീലി നഗരി മേം നേഹ് കി ആഞ്ച് സെ ക്യാ താത്പര്യ ഹെ? മരവിച്ച നഗരത്തിൽ സ്നേഹത്തിന്റെ ചൂട് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഉത്തർ, ഇസ്കാ മത്ലബ് ഹെ കി ആജ് കി ദുനിയ ബഹുത് മത്ലബി ഹെ. ഐസി ദുനിയാമേം പ്യാർ ഓർ അപ്നാപൻ മിൽന ബഹുത് മുഷ്കിൽ ഹെ. ഇന്നത്തെ ലോകം വളരെ സ്വാർത്ഥമാണ്. ഇത്തരമൊരു ലോകത്ത് സ്നേഹവും അടുപ്പവും കണ്ടെത്തുക എന്നത് വളരെ പ്രയാസമാണ്. കുട്ടികളെ, ഇനി ആക്ടിവിറ്റി നോക്കിയാലോ? ഗതിവിധിയ. സിന്ദഗി കി ചുനൗത്തിയാം വിഷയ് പർ ടിപ്പണി ലിഖേം. ജീവിതത്തിലെ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ഒരു കുറിപ്പെഴുതുക. ഉത്തർ, സിന്ദഗി ചുനൗത്തിയോं से भरी है. ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ഹമേം മുഷ്കിലോ സെ ഡർന നഹി ചാഹിയേ. പ്രതിസന്ധികളെ കണ്ട് നമ്മൾ ഭയപ്പെടരുത്. മെഹ്നത് ഓർ സാഹസ് സെ ഹം സഫൽ ഹോ സക്തേ ഹെ. കഠിനാധ്വാനത്തിലൂടെയും ധൈര്യത്തിലൂടെയും നമുക്ക് വിജയിക്കാൻ കഴിയും. ഹർ സമസ്യ കാ ഏക് ഹൽ ഹോത്താ ഹെ. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്. ആത്മവിശ്വാസ് ഹി ഹമാരി സബ്സെ ബഡി ശക്തി ഹെ. ആത്മവിശ്വാസമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. ഹമേം ഹമേശ സകാരാത്മക് രഹനാ ചാഹിയേ.
നമ്മളെപ്പോഴും ശുഭാപ്തിവിശ്വാസമുള്ളവരായിരിക്കണം. കുട്ടികളെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്. പുതിയ ചാനലാണ്, നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നന്ദി.